ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. ചിറ്റാരിക്കാൽ തോമാപുരം ഇടവകയിൽ ഫോട്ടോ ഡയറക്ടറി പ്രകാശനം സംഘടിപ്പിച്ചു. ഇടവക കോർഡിനേറ്റർ രാജു മാത്യു സ്വാഗതം ആശംസിച്ചു. തോമാപുരം ഇടവക വികാരി റവറൻ ഫാദർ ഡോക്ടർ മാണി മേൽവട്ടം അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഉദ്ഘാടനവും ഡയറക്ടറി പ്രകാശനവും നടത്തി. AKCC ഗ്ലോബൽ ഡയറക്ടർ റവറൻ ഫാദർ ഫിലിപ്പ് കവിയിൽ ഡയറക്ടറി ഏറ്റുവാങ്ങി. ചീഫ് എഡിറ്റർ സെബാസ്റ്റ്യൻ കോട്ടയിൽ നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളെ ആദരിച്ചു. വളരെ വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് എനിക്ക്. കാരണം ഇത്രയും വീട്ടുകാരെ കൃത്യതയോടെ ഓർത്തിരിക്കുക, അവരുടെ കാര്യങ്ങളെല്ലാം ക്രമമായി വരിക. ഒരു വീട്ടിൽ വേറെത്തേക്ക് മാറിപ്പോയ പ്രശ്നമുണ്ടാകും. പക്ഷേ അത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് തീർച്ചയായും നിങ്ങൾ വലിയ അഭിനന്ദനം അറിയിക്കുന്നു. ഈ ഡയറക്ടറികൾക്ക് വലിയൊരു പ്രസക്തിയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ പണ്ടത്തെ പോലെ ഓർമ്മശക്തി മനുഷ്യരില്ല എന്നുള്ളതാണ്. കാരണം എല്ലാം നമ്മൾ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഒന്നും ആരും ഓർത്തിരിക്കും. പണ്ടാണ് നമ്മളൊരു 10 ഫോൺ നമ്പർ ഓർത്തിരിക്കും. എന്നാലും ഒന്നും ഓർത്തിരിക്കുന്നു. കാരണം എന്താണ്, എല്ലാം നമ്മുടെ മൊബൈലിലുണ്ട്. ഇപ്പോൾ മനുഷ്യൻ്റെ ഓർമ്മശക്തി വളരെ കുറഞ്ഞ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുക. അവർ വളരെ പേരുകളൊക്കെ ഓർത്തിരിക്കുക വളരെ വളരെ സമഗ്രമായ കാര്യമാണ്. തലശ്ശേരിയിലേക്ക് എല്ലാ അച്ഛന്മാരുടെയും പേര് എനിക്ക് വളരെ കൃത്യമായി വ്യക്തിപരമായി പരിചയമുണ്ട്. എറണാകുളത്തെ അച്ഛന്മാരുടെ പേര് കൂടി ഞാൻ ശ്രമിച്ചപ്പോൾ മനസ്സിലായി. അതിനുവേണ്ടി ചില സമയം എല്ലാം പഠിക്കാമായിരിക്കും. പക്ഷേ പഴയ ഓർമ്മശക്തി നമുക്കില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യം. അതുപോലെ തന്നെ നമുക്ക് ബന്ധങ്ങൾ കുറവാണ്. സ്വഭാവത്തിൽ എല്ലാവരെയും അറിയാവുന്നവരാരെന്ന് ചോദിച്ചാൽ സ്വഭാവത്തിൽ എല്ലാവരെയും പേരറിയാവുന്ന ഒരാളോട് സ്വഭാവത്തിൽ പറയുകയെല്ലാം. കാരണം നമുക്കവരുടെ അറിവുകളും പരിചയങ്ങളും വളരെ പരിമിതമാണ്. അതിനെല്ലാം ഒരു ശാശ്വതമായ പരിഹാരമാണ് വാസ്തവത്തിൽ ഈ ഒരു ഡയറക്ടറി. ഇതുവഴി നിങ്ങൾക്ക് ആളെ നേരിൽ കണ്ട് പരിചയമില്ലായെങ്കിൽ ഇന്നലത്തെ നിയമിച്ചിട്ടുണ്ട്. അവര് ദീർഘകാലമായി സോണി ജിൻസി ദമ്പതികൾ, അവർക്ക് സാനിയ സിയോണ 2 മക്കളുണ്ട്. അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് അടക്കം അവരുടെ ഫോൺ നമ്പറുകളടക്കം ഇവിടെ കൊടുത്തിരിക്കുന്നു, ഫോട്ടോകൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതിലൂടെ നമുക്ക് എല്ലാവരെയും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പഠിക്കാൻ സാധിക്കുന്നു. അത് നമ്മുടെ ഇടവകയുടെ കൂട്ടായ്മ വളർത്തും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഒരു വലിയ കുതിപ്പിന് ഒരുങ്ങുകയാണ്. അതിൻ്റെ ഒരുക്കമായി നമ്മുടെ ദിവ്യകാരുണ്യ കോൺഗ്രസ് ലോകം മുഴുവനും അതിൻ്റെ അധികാരികളെത്തി എന്നുള്ളത് നമ്മളുടെ കാര്യമാണ്. അത് നമ്മുടെ വികാരത്തിൻ്റെ ഉത്തമത്തെ സംഘാടക വൈഭവത്തിൻ്റെ ഒരു നല്ല സാക്ഷ്യമായിരുന്നു. അതിനുശേഷം ഞാൻ ഇടവകയിൽ വന്നില്ലാത്തതുകൊണ്ട് അതിൻ്റെ പേരിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നല്ലൊരു കയ്യേറ്റി തുടർന്ന് നമ്മളിവിടെ ഇടവകയിലെ പല നവീകരണ സംരംഭങ്ങൾ ആരംഭിക്കുന്നു. പണ്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കാര്യശാല, ദേവാലയ നിർമ്മാണം, ഇതൊക്കെയും സമയബന്ധിതമായ ദൈവകൃപയിൽ പൂർത്തിയാകട്ടെ. അതിന് വേണ്ടത് നമുക്ക് തമ്മിലുള്ള ഹൃദയ ഐക്യമാണ്. ആ ഹൃദയങ്ങൾ തമ്മിലുള്ള ഒരു ഭാരമായി ഈ ഡയറക്ടറി മാറട്ടെ എന്ന ആശംസയോടെ ഈ ഡയറക്ടറി നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കും. സന്ദർഭത്തിൽ ഓർക്കുകയും ചെയ്തതിന് നിങ്ങൾക്ക് നന്ദി പറയുന്നു. എനിക്കുള്ള ഒരു അംഗീകാരമല്ല, കത്തോലിക്ക കോൺഗ്രസിലുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. കത്തോലിക്ക കോൺഗ്രസിലുള്ള അംഗീകാരം നമുക്ക് എല്ലാവർക്കുള്ള അംഗീകാരമാണ്. കാരണം നമ്മുടെ സമുദായ സംഘടനയാണ്. ഈ ഒരു വർഷം സമുദായ സംഘടനയുടെ വർഷമാണ്. നമുക്ക് കൂടുതൽ പരസ്പരം അറിയുവാനും നമ്മുടെ സമുദായത്തിലെ ഓരോ വ്യക്തിയെയും ചേർത്ത് നിർത്തുന്നതിനും ഈ ഡയറക്ടറി കാരണമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അധ്യക്ഷത വഹിച്ച നമ്മുടെ എല്ലാ പ്രിയങ്കരനായ നമ്മുടെ പ്രിയപ്പെട്ട മാണി
വാങ്ങിക്കൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ കബീർ അച്ഛനാണ്. KKCCയുടെ ഗ്ലോബൽ പ്രസിഡന്റാണ്. ഫിലിപ്പച്ചനെ ഏറെ സ്നേഹത്തോടെ ഇടവയുടെ നന്ദി അറിയിക്കുന്നു. ഈ വേദിയുടെ നമ്മുടെ ഇടവയുടെ കോർഡിനേറ്റർ രാജസാറിനെ എല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചച്ഛൻ, അതുപോലെ തന്നെ ഡീക്കൻ അവൽ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഇടവക കൈക്കാരന്മാർ, അതുപോലെ സിജു, ഇടവകയിൽ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവജനത്തെയും ഏറെ സ്നേഹത്തോടുകൂടി ഈ ചടങ്ങിൽ നന്ദി അറിയിച്ചു. ഈ ഡയറക്ടറുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ആളുകൾ നമ്മുടെ ഇടവകയിലും ഇടവകയ്ക്ക് പുറത്തുമുണ്ട്. അവരെല്ലാവരെയും ഈ സമയം ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ജീസസ്. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.